ഒരു പ്രൈമർ ഇട്ട എഫക്റ്റ് ഒരുപാട് സൺസ്ക്രീൻസ് തരുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ കടയിൽ പോയി നോക്കിയിട്ട് എപ്പോഴും മേക്കപ്പ് ഇട്ടിട്ട് പുറത്ത് പോകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ മേക്കപ്പ് കിറ്റാണ്. വളരെ മിനിമലായിട്ട് മേക്കപ്പ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വല്ല സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം മേക്കപ്പ് ചെയ്യുന്നവർക്കും ഈ ഒരു മേക്കപ്പ് കിറ്റ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ നമ്മൾ ഒരുപാട് ഹൈ എൻഡ് പ്രോഡക്ട്സോ ഒത്തിരി പ്രോഡക്ട്സോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ടൊരു മേക്കപ്പ് കിറ്റാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ട്. എന്നെ പോലെ വല്ലപ്പോഴും മേക്കപ്പ് ചെയ്യുന്നവർക്കും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും തോന്നി. സോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളത്. സ്കിൻ കെയർ നല്ല രീതിയിൽ ചെയ്യുക. ആദ്യം നമ്മൾ സ്കിന്ന് വാഷ് ചെയ്യണം, അതായത് ക്ലെൻസ് ചെയ്യണം. ഒരു ഫേസ് വാഷോ സോപ്പോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിന്നെ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യുന്ന, നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമ്മുടെ സ്കിന്നിന് വേറെ പ്രോബ്ലംസ് ഒന്നും തരാത്ത നല്ല ഒരു മോയ്സ്ചറൈസർ നോക്കി യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. എന്തായാലും പാർട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമല്ലോ, അറ്റ്ലീസ്റ്റ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ പുറത്തൊക്കെ പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഈവനിങ് പാർട്ടി ആണെങ്കിൽ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരുവിധം സൺസ്ക്രീൻ എല്ലാം തന്നെ നമുക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഈവനിങ് പാർട്ടി ആണെങ്കിൽ പോലും ചെറുതായിട്ടൊന്ന് സൺസ്ക്രീൻ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു പ്രൈമർ ഇട്ട എഫക്റ്റ് ഒരുപാട് സൺസ്ക്രീൻസ് തരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൈമർ സ്കിപ്പ് ചെയ്തിട്ട് സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പ്രൈമർ നിങ്ങൾക്ക് വാങ്ങാം. നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന സ്റ്റെപ്പാണ് പ്രൈമർ. ഞാൻ മോസ്റ്റ്ലി എൻ്റെ സൺസ്ക്രീൻ തന്നെയാണ് പ്രൈമറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഞാൻ ഈ ഒരു അലോവേര ജെല്ല് മേടിച്ചത്. സോ ഇത് ഞാനിപ്പോൾ പ്രൈമറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ ഒരുപാട് പ്രൈമേഴ്സ് അവൈലബിൾ ആണ്, അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രൈമറും അതുപോലെ തന്നെ ഈ ഒരു അലോവേര ജെല്ലും അതുപോലെ തന്നെ സൺസ്ക്രീനുമാണ് പ്രൈമറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ മെയിൻ ഐറ്റം ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്നിന് ചേരുന്ന കളറ്, അതായത് നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന ആ ഒരു ടോൺ ഉണ്ടല്ലോ, അത് നോക്കിയിട്ട് വാങ്ങുക. അത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് മേക്കപ്പിൻ്റെ ഒരു ബേസ് ഉണ്ടല്ലോ, അതങ്ങ് കഴിഞ്ഞു. സോ നല്ല ഒരു ഫൗണ്ടേഷൻ, നമ്മുടെ സ്കിന്നിന് ചേരുന്ന നിറത്തിലുള്ള ഫൗണ്ടേഷൻ വാങ്ങുക. അല്ലാതെ നമ്മൾ എന്തൊക്കെ വാങ്ങിച്ച് മേക്കപ്പ് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. നമ്മുടെ സ്കിന്നിന് ചേരാത്ത ഫൗണ്ടേഷനാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സോ നല്ല ഒരു ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്നിന് ചേരുന്നത് നോക്കി വാങ്ങാൻ. യൂസ് ചെയ്യുന്നത് മേബ്ലിൻ്റെ ഈ ഒരു കുഞ്ഞി ഫൗണ്ടേഷൻ ആണ്. കാരണം എന്താ വെച്ചാൽ എനിക്കിത് തന്നെ ധാരാളമാണ്. കാരണം നമ്മൾ എപ്പോഴും കൂടെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ബെനിഫിഷ്യൽ ആണ്. എൻ്റെ എക്സ്പയറി ഡേറ്റിന് 1 മാസം കൂടെ ഉള്ളൂ, എന്നിട്ട് പോലും എനിക്കിത് തന്നെ ധാരാളമാണ്. സോ ഞാൻ ഇത് തന്നെ റീപർച്ചേസ് ചെയ്യും. എൻ്റെ സ്കിൻ ടോണിന് നല്ല രീതിയിൽ മാച്ച് ആവുന്നതാണ്. ഞാൻ ഓൺലൈനാണ് ഇത് വാങ്ങിയത്, പക്ഷേ എനിക്ക് മാച്ചിങ് ആയിട്ട് കിട്ടി. നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് വാങ്ങുന്നതാണ് നല്ലത്. കാര്യം നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു 300, 400, 500, 600 രൂപയൊക്കെ വരും. സോ ഇത് ചെറിയ പാക്കറ്റ് ആയതുകൊണ്ട് ഇതിനൊരു 300 രൂപയൊക്കെ വരുന്നുള്ളൂ. ഇതിൻ്റെ തന്നെ വലിയ പാക്കറ്റ് വാങ്ങിയാൽ ഒരു 600-700 രൂപയോളം വരും. സോ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങുന്നതല്ലേ, അപ്പോൾ നമുക്ക് അത്രയും യൂസും ചെയ്യണം. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ കടയിൽ പോയി നോക്കിയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. അത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്നതുകൊണ്ട് പിന്നെയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾക്ക് ഒരു ഷെയ്ഡ് എങ്ങാനും ലൈറ്ററായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഡാർക്കർ ഷെയ്ഡും കൂടെ വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ വാങ്ങിയ സമയത്ത് ഒരു നിറമായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് വെളുത്തിട്ടുണ്ടെങ്കിലോ കറുത്തിട്ടുണ്ടെങ്കിലോ നമുക്ക് ഒരു ഷെയ്ഡ് കൂടെ വാങ്ങിയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഷെയ്ഡ് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആ ഫൗണ്ടേഷൻ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ അനിയത്തിയും ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും 2 ഷെയ്ഡാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 2 ഷെയ്ഡ് വാങ്ങിയിട്ട് മിക്സ് ചെയ്തൊക്കെ യൂസ് ചെയ്യാം. ഒരു ഡാർക്കർ ഷെയ്ഡും ഒരു ലൈറ്റർ ഷെയ്ഡും വാങ്ങിച്ച് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ രണ്ടുപേരുടെയും സ്കിൻ ടോണിനനുസരിച്ച് അത് മിക്സ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ ടോണിൻ്റെ കളറാക്കി എടുക്കാനായിട്ട് പറ്റും. സോ നല്ല ഒരു ഫൗണ്ടേഷൻ വാങ്ങുക. എന്നിട്ട് ഇത് ഒരുപാട് വാരി അപ്ലൈ ചെയ്യരുത്. വളരെ കുറച്ച് മാത്രം, ചെറുതായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് വളരെ ലൈറ്റായിട്ട്, എത്ര ലൈറ്റായിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ നാച്ചുറലായിട്ട് നോ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ നാട്ടിൽ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും, എത്രയൊക്കെ 2025 ആയി എന്ന് പറഞ്ഞാലും നമ്മളെപ്പോഴും മേക്കപ്പ് ഇട്ടിട്ട് പുറത്ത് പോകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയ സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഹെവി ആയിട്ട് മേക്കപ്പ് ഇട്ടിട്ട് പോകാം. അല്ലാത്ത സാഹചര്യങ്ങൾ
ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ ലൈറ്റായിട്ട് മേക്കപ്പ് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്നേ ആരും അറിയത്തില്ല, പക്ഷെ നമുക്ക് നല്ല ഒരു പ്രസൻറ്റബിൾ ആയിട്ട് ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിൻ ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് വരുന്നത് സെറ്റിംഗ് പൗഡറാണ്. അതിന് നിങ്ങൾക്ക് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലത്തെ ലൂസ് പൗഡേഴ്സ് കിട്ടും, ഇതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. കാര്യം ഞാൻ കോമ്പാക്ട് പൗഡർ കുറേ യൂസ് ചെയ്തിട്ട് എനിക്കിത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. കാര്യം എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഓയിലിയാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ പൗഡർ വെച്ച് കവർ ചെയ്യുമ്പോൾ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. വാം അണ്ടർടോൺ ആണോ ന്യൂഡ് അണ്ടർടോൺ ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഒരു പൗഡർ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. കോമ്പാക്റ്റ് ആണെങ്കിൽ ലൂസ് പൗഡർ ആണെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം. ഇത് രണ്ടും യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും വേണമെങ്കിൽ അതും വാങ്ങിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ സ്കിൻ കെയർ ആണ്. രണ്ടാമത് പ്രൈമർ, അത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. അടുത്തതായിട്ട് മസ്റ്റ് ഹാവ് ആണ് ഫൗണ്ടേഷൻ. വളരെ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ആണെങ്കിൽ നല്ല ഒരു ക്രീം അപ്ലൈ ചെയ്ത മാതിരി ഉണ്ടാവും. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടതാണെന്ന് ഒന്നും തോന്നത്തില്ല. നല്ലൊരു ക്രീം ഇട്ടിട്ട് നല്ല ഒരു ബേസ് ഉള്ള പോലെ തോന്നും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BB ക്രീം യൂസ് ചെയ്യാം, അതും നല്ലൊരു ബേസ് തരും കേട്ടോ. സെറ്റിംഗ് പൗഡർ ആണ്. അത് നിങ്ങൾക്ക് കോമ്പാക്ട് പൗഡറോ അതല്ലെങ്കിൽ ഇതുപോലത്തെ ലൂസ് പൗഡറോ യൂസ് ചെയ്യാവുന്നതാണ്. അതായിട്ട് നമുക്ക് ഐസിലോട്ട് പോവാം. കണ്ണിൽ നമുക്ക് ആദ്യം വരുന്നത് ഐബ്രോസ് ആണ്. ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഒരു ഐബ്രോ പെൻസിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വാങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഐബ്രോ പാലറ്റ് കിട്ടും, അത് നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ബ്ലാക്കും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡും വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു കുഞ്ഞു ബ്രഷും പിന്നെ സ്പൂളിയും ഉണ്ട്, പിന്നെ പ്ലക്കറും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ത്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് പ്ലക്കർ വരുന്നുണ്ട്. അത് വെച്ച് നല്ല രീതിയിൽ നീറ്റായിട്ട് നമ്മുടെ ഒരു ഐബ്രോസ് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദെൻ ബ്രഷ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ബ്രൗൺ ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഏതൊരു ഹെയർ കളർ ആണെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഐബ്രോ പാലറ്റിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. 2 കളേഴ്സ് വരുന്നുണ്ടല്ലോ. പിന്നെ ഐബ്രോ പെൻസിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രൗൺ ആണെങ്കിൽ അത്, ഗ്രേ ആണെങ്കിൽ അത്, അതും അല്ലെങ്കിൽ ബ്ലാക്ക്, ഇതിലേതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഐബ്രോസിന് ചേരുന്നത് അത് നോക്കി ഒരെണ്ണം വാങ്ങിച്ചു വയ്ക്കാം. വളരെ അഫോർഡബിൾ ആണ്. സോ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഐ ഷാഡോ ആണ്. ഐ ഷാഡോ നിങ്ങൾക്ക് ഇടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അത് സ്കിപ്പ് ചെയ്യാം. കാര്യം ഐ മേക്കപ്പ് ഭയങ്കര ഹൈപ്പിലുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഇടാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട്. എനിക്ക് അവരെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് പറയാണ്, നിങ്ങൾക്കത് ഓപ്ഷണൽ ആണ്. അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. 1-2 ഒക്കെയാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യത്തിനുള്ള കളേഴ്സ് എല്ലാം അതിലുണ്ട് എന്ന്. നമുക്ക് ഐബ്രോസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് കിട്ടുന്നതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചീക്സിൽ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്ന കളേഴ്സൊക്കെ ഉണ്ടല്ലോ, അതായത് കോറൽ, പിങ്ക്, അങ്ങനത്തത് അതും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഐ ഷാഡോ പാലറ്റ് വരുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഐബ്രോ പാലറ്റ് നോക്കി വാങ്ങാം. അങ്ങനെ ഞാൻ വാങ്ങിച്ച ഒരു പാലറ്റാണ് ഇത്. ഇതെനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഐ മേക്കപ്പ് ചെയ്യാനും യൂസ്ഫുൾ ആണ്. ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കാറുണ്ട് ഇത്. പിന്നെ ഇതിൽ ഗ്ലിറ്റർ ഷെയ്ഡും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ മാറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സും അവൈലബിൾ ആണ്. പിന്നെ ഇത് തന്നെ നമുക്ക് ഹൈലൈറ്റർ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ എനിക്ക് ബ്ലഷ് ആയിട്ടും ഐ ഷാഡോ പാലറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഹൈലൈറ്റർ ആയിട്ടും ഇതെല്ലാം ആയിട്ട് ഞാൻ ഈ ഒരു പാലറ്റ് യൂസ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് ഇതുപോലൊരു പാലറ്റ് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും യൂസ് ഇതിനുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പാലറ്റാണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാലറ്റും കൂടെയാണ് കേട്ടോ. 269 ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത്. 02 അൾട്ടിമേറ്റ് ഷാഡോ പാലറ്റാണിത്. സോ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂഡ് കളേഴ്സ് മാത്രമാണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പാലറ്റും അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ് കേട്ടോ. നമ്മൾ 3 സെറ്റും കവർ ചെയ്തു. ഐ ഷാഡോ, ബ്ലഷ്, അതുപോലെ തന്നെ ഹൈലൈറ്റർ എല്ലാം കൂടെ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം. ഹൈലൈറ്റർ മാത്രമായിട്ട് വാങ്ങണം എന്നുള്ളവർക്ക് അങ്ങനെയും വാങ്ങാം. ബ്ലഷ് മാത്രമായിട്ട് താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാവുന്നതാണ്. സോ ഇനി അടുത്തതായിട്ട് വരുന്നത് കാജൽ ആൻഡ് ഐലൈനർ ആണ്. ഇത് രണ്ടും വാങ്ങുന്നവർക്ക് രണ്ടും വാങ്ങാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇപ്പം ഞാനിത് രണ്ടും യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് കാജൽ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഐലൈനറിനെക്കാളും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് കാജലാണ്. എപ്പോഴും ഞാനിത് യൂസ് ചെയ്യാറില്ല, ഇപ്പോൾ പോലും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. എന്നാലും എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴോ എപ്പോഴെങ്കിലുമൊക്കെ എനിക്കിത് ഇടാനായിട്ട് തോന്നും. സോ ഞാൻ മേബിലിൻ്റെ കൊളോസൽ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ലാക്മേയുടെ ഐക്കോണിക് കാജൽ ഉണ്ടല്ലോ, അതും നല്ലൊരു കാജലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹിമാലയയുടെ കാജലുണ്ട്, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഭയങ്കര അഫോർഡബിൾ ആണ്.
40 or 50 50 രൂപയ്ക്കകത്ത് നമുക്ക് കിട്ടും. പക്ഷെ അത് നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ്. എനിക്ക് കുറച്ച് ഓയിലി സ്കിൻ ആയതുകൊണ്ടും ഇവിടെയൊക്കെ നല്ല രീതിയിൽ എണ്ണമയം ഉള്ളതുകൊണ്ട് എനിക്കത് സ്പ്രെഡ് ആവാറുണ്ട്. പക്ഷെ ഒരുപാട് പേർക്ക് അത് ഭയങ്കര ഫേവറേറ്റ് ആണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഐലൈനർ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഞാൻ മാറ്റും, എനിക്കിത് ഇഷ്ടമല്ല. എനിക്ക് ഐടെക്സ് ഡാസ്ലറിൻ്റെ ഐലൈനർ ഉണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടം. ലാക്മേയുടെ ഈ ഐലൈനറിനെ ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യില്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് ഐലൈനർ സ്കെച്ചൊക്കെ അവൈലബിൾ ആണ്. അത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണം നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാവുന്നതാണ്. നല്ല രീതിയിൽ കണ്ടെഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ. അടുത്തതായിട്ട് വരുന്നത് ലിപ്സ്റ്റിക് ആണ്. ഒരു ന്യൂഡ് കളറും ഒരു പിങ്ക് കളറും മസ്റ്റ് ആണ്. ഇനി പിങ്കിന് പകരം നിങ്ങൾക്ക് റെഡ് ആണ് ഇഷ്ടമെങ്കിൽ റെഡ് നിങ്ങൾ വാങ്ങിച്ചു വെച്ചോളൂ. അത് വളരെ ലൈറ്റായിട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടില്ല എന്നൊരു മട്ടിലായിരിക്കും നമ്മുടെ ചുണ്ടുണ്ടാവുന്നത്. വളരെ തിക്കായിട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിൽ പോലും വളരെ മിനിമലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് പോകാൻ പറ്റും. ന്യൂഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് ആണ്. നമുക്ക് ഏത് ഒക്കേഷനും റെഡി ടു ഗോ ആയിട്ടുള്ള ഒരു സംഭവമാണ് ന്യൂഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ നിങ്ങൾ പോയി നോക്കി വാങ്ങുക. ന്യൂഡ് ലിപ്സ്റ്റിക് നമ്മൾ ഓൺലൈൻ വാങ്ങുന്നത് എപ്പോഴും നമുക്ക് സ്യൂട്ട് ആവത്തില്ല. സോ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ട്രൈ ചെയ്ത് വാങ്ങുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് ചേർന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാണ്. അതുകൊണ്ട് നിങ്ങൾ പോയി നോക്കി നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ന്യൂഡ് ലിപ്സ്റ്റിക് വാങ്ങുക. ഏത് ഒക്കേഷനും നമ്മളിങ്ങനെ എറിച്ച് നിൽക്കുന്ന പോലെ ഒന്നും ഉണ്ടാവത്തില്ല. നല്ല രീതിയിൽ സട്ടിലായിട്ട് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടും. സോ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് വാങ്ങാം. പിന്നെ സ്പെഷ്യലായിട്ട് നമുക്കൊരു പിങ്കോ റെഡോ നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാവുന്നതാണ്. ഇത് രണ്ടും മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. ഇനി നമുക്ക് വരുന്നത് പൊട്ടാണ്. പൊട്ട് നിങ്ങൾ വെക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യമില്ല. ഇപ്പം നമ്മൾ എന്തായാലും മേക്കപ്പ് ഒക്കെ ചെയ്ത് ട്രഡീഷണൽ ആയിട്ടൊക്കെ ഒരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ പൊട്ട് വെക്കുന്നത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊട്ട്, നിങ്ങൾക്ക് ഫേസിന് ചേരുന്ന കൈൻഡ് ഓഫ് പൊട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് വരുന്നത് മേക്കപ്പ് ബ്രഷസ് ആണ്. സോ നിങ്ങൾക്ക് ഏതൊക്കെ ബ്രഷ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സെറ്റ് വാങ്ങുക. സെറ്റ് വാങ്ങിയിട്ട് ഫസ്റ്റ് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് വാങ്ങുക. എന്നിട്ട് നിങ്ങൾ ഏതൊക്കെ ബ്രഷാണോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത്, ആ ബ്രഷസൊക്കെ നിങ്ങൾ വീണ്ടും നല്ല ക്വാളിറ്റിയിലുള്ളത് ഇൻഡിവിജ്വലായിട്ട് കിട്ടും. പൗഡർ ബ്രഷ്, പിന്നെ ബ്ലഷ് ഇടുന്ന ബ്രഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാത്രമായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യമായിട്ടുള്ളതെന്ന്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കൈവച്ച് ചെയ്യാൻ പറ്റും. ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ബ്രഷ് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഐ മേക്കപ്പിന് വേണ്ടി മാത്രമായിട്ട് ബ്രഷസ് അവൈലബിൾ ആണ്. അതെങ്കിലും ഒന്ന് വാങ്ങിച്ചു വയ്ക്കുക, ഐ മേക്കപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ. അത്രയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിരുന്നത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.